നമസ്കാരം. റീസെൻ്റായിട്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് അവരുടെ കരിയർ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളെ പറ്റിയിട്ടാണ്. അതായത് അസാപ്പിൻ്റെ കീഴിലുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കുറച്ചധികം പ്രോഗ്രാമുകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതൊരു നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണക്കാക്കുക. ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇന്ത്യൻ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ആണ്. ഒരു വേക്കൻസിനുള്ളത് കീഴയുടെ കീഴാണ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇടുക്കിയിലാണ് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റൈഫൻഡ് ആയിട്ട് 24,040 രൂപ പെർ മന്ത് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിലൊരു ഡ്യൂറേഷൻ 9 മന്താണ്. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 26 ഏപ്രിൽ 2026 ആണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇന്ത്യൻ ആണ്. KLDCയുടെ കീഴിലാണ് വരുന്നത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് വേക്കൻസി 11 ആണ്. ജോബ് ലൊക്കേഷൻ തിരുവനന്തപുരത്താണ്. ഇവിടെ സ്റ്റൈഫൻഡ് ആയിട്ട് 12,000 രൂപ പെർ മന്ത് ആയിരിക്കും ലഭിക്കുക. ഒരു വർഷത്തെയാണ് ഇവിടുത്തെ ഡ്യൂറേഷൻ പറയുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 26 ഏപ്രിൽ 2026 ആണ്. അടുത്ത പോസ്റ്റിലോട്ട് നോക്കാം. അടുത്ത പോസ്റ്റും ഗ്രാജുവേറ്റ് ഇന്ത്യൻ ആണ്. അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ സാധിക്കുക. നമ്പർ ഓഫ് വേക്കൻസി 15 ആണ്. കോഴിക്കോട് ഒരു വേക്കൻസി, ഇടുക്കിയിൽ 4 വേക്കൻസി, പാലക്കാട് 2 വേക്കൻസി, കണ്ണൂർ 3 വേക്കൻസി, കാസർഗോഡ് 2 വേക്കൻസി, വയനാട് 3 വേക്കൻസിയാണ് വരുന്നത്. ഇവിടെ ഇന്ത്യൻ പെർ മന്ത് 10,000 രൂപയാണ് ലഭിക്കുക. ഒരു വർഷത്തിന് ഡ്യൂറേഷൻ. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 26 ഏപ്രിൽ 2026 ആണ്. അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് ഇന്റേൺ ആണ്. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇത് വരുന്നത്. ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഉള്ളവരിലേക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 3 ആണ്. ലൊക്കേഷൻ അത്താണി അല്ലെങ്കിൽ കളമശ്ശേരി എറണാകുളത്താണ് വരുന്നത്. ഇവിടെ സ്റ്റൈഫൻഡ് ആയിട്ട് 15,000 മുതൽ 18,000 രൂപ വരെ പെർ മന്ത് ലഭിക്കാം. ഡ്യൂറേഷൻ ഒരു വർഷമാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് 30 ഏപ്രിൽ 2026 ആണ്. അടുത്ത പോസ്റ്റിലോട്ട് നോക്കാം. അടുത്തത് ഡിപ്ലോമ ഇന്റേൺ ആണ്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ടോട്ടൽ 3 വേക്കൻസിയാണ്. കളമശ്ശേരി അത്താണി ഭാഗത്താണ് ഇത് വരുന്നത്. ബെനിഫിറ്റ് സ്റ്റൈഫൻഡ് നോക്കുകയാണെങ്കിൽ 12,000 രൂപ മുതൽ 15,000 രൂപ പെർ മന്താണ് ലഭിക്കുന്നത്. ഒരു വർഷത്തെ ഡ്യൂറേഷനാണ്. അപ്ലൈ ചെയ്ത അവസാന തീയതി 30 ഏപ്രിൽ 2026. അടുത്തത് ITI ഇന്റേൺ ആണ്. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ITI ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിസ്റ്റ് ടേണർ CNC ഓപ്പറേറ്ററിന് 5 എണ്ണം, ട്രാക്ടർ മെക്കാനിക് ഓർ ഫിൽറ്ററിന് 10, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻസിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്. ജോബ് ലൊക്കേഷൻ വന്നിട്ട് അത്താണി കളമശ്ശേരിയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ സ്റ്റൈഫൻഡ് 10,000 മുതൽ 12,000 പെർ മന്താണ് ലഭിക്കുക. ഒരു വർഷത്തെ ഡ്യൂറേഷൻ വരുന്നത് 30 ഏപ്രിൽ 2026 അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി. അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്തത് ബിടെക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ IT ഓർ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കുള്ള ഇന്റേൺഷിപ്പാണ്. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 2 വേക്കൻസിനുള്ളത് അത്താണി കളമശ്ശേരി എറണാകുളത്താണ് വരുന്നതിൻ്റെ ലൊക്കേഷൻ. സ്റ്റൈഫൻഡ് 10,000 രൂപയാണ്. ഒരു വർഷമാണ് ഡ്യൂറേഷൻ. അപ്ലൈ ചെയ്ത അവസാന തീയതി 30 ഏപ്രിൽ 2026 ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിലൊരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 500 രൂപ കൊടുക്കണം. അതിനുശേഷം അവർ സ്ക്രീൻ ചെയ്തതിനു ശേഷം ഒന്നുകിൽ ചെറിയൊരു ടെസ്റ്റ് കാണും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. അതുവഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഇപ്പോൾ റീസെൻ്റായിട്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് നല്ലൊരു അവസരമാണ്. പരമാവധി അപേക്ഷ നോക്കുക. നിങ്ങളെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ മികച്ചൊരു അവസരമാണ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ അറിയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ചൊന്ന് നിങ്ങളുടെ സപ്പോർട്ടും അറിയിക്കുക. താങ്ക്